അങ്ങനെ പിറ്റേ ദിവസം തന്നെ പ്രേതത്തിന് ആത്മശാന്തി കിട്ടാനുള്ള പൂജ തുടങ്ങുകയാണ്. ബംഗുവിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ നിന്ന് സങ്കടത്തോടു കൂടി ആ പ്രേതം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. ഉടനെ തന്നെ ബംഗു ആ പ്രേതത്തിനെ വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ അടുത്തിരുത്തുന്നുണ്ട്. ഈ സമയം ഈ മരിച്ചുപോയ ആളുടെ മകൻ അവിടെ എത്തുന്നുണ്ട്. അവൻ നേരെ ചെല്ലുന്നത് അവൻ്റെ അമ്മയുടെ റൂമിലേക്കാണ്. റൂമിൽ ചെന്ന് അമ്മയുടെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇത് കണ്ട പ്രേതം തൻ്റെ മകനോട് ക്ഷമിക്കുകയാണ്. അതിനുശേഷം അയാളുടെ മകനും കൂടി ചേർന്നാണ് ആ പൂജ നടത്തുന്നത്. പൂജ അവസാനിക്കാറായി. പക്ഷേ ബംഗു വളരെ സന്തോഷത്തോടു കൂടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂജ അവസാനിക്കുന്ന സമയത്ത് ബംഗു നോക്കിക്കൊണ്ട് നിൽക്കെ തന്നെ ബംഗുവിൻ്റെ ഏഞ്ചൽ എന്ന ആ പ്രേതം വായുവിൽ അലിഞ്ഞ് ഇല്ലാതായി മാറുന്നു. ബംഗുവിന് കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല. ഏഞ്ചൽ എവിടെ പോയി എന്ന് പറഞ്ഞവൻ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങുന്നു. അവൻ അവൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഏങ്ങി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എൻ്റെ ഏഞ്ചൽ എവിടെ പോയി എന്ന്. അവർ പറയുന്നു, ഏഞ്ചൽ സ്റ്റാറായി മാറി എന്ന്. അവൻ നേരെ ടെറസിൻ്റെ മുകളിൽ കയറി ആകാശത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഏഞ്ചൽ ആകാശത്ത് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ ചോദിക്കുന്നു, എന്തിനാണ് എന്നെ വിട്ടു പോകുന്നതെന്ന്. അതിന് ഒരു മറുപടിയും കൊടുക്കാതെ ഏഞ്ചൽ ഒരു സ്റ്റാറായി മാറുന്നു.